ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മുടെ പൊള്ളുന്ന ചൂടൊക്കെ പോയിട്ട് അന്തരീക്ഷമൊക്കെ നല്ലതായിട്ട് തണുത്ത് നല്ല മഴയൊക്കെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അല്ലേ. ഇപ്പം നല്ല തണുത്ത കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥയിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ചായക്കടികൾ ഉണ്ടാക്കാം ഇനി നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു പഴം നിറച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നല്ല രുചിയുള്ള ഒരു പഴം നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. പഴം നിറച്ചത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് നല്ലൊരു ഫില്ലിംഗ് ആണ് വേണ്ടത്. അതിനിപ്പോൾ നമ്മൾ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യിൽ തന്നെ നമ്മൾ ഈ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ബദാം പരിപ്പ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ബദാം ഇവിടെ ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട തേങ്ങ, ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പം നമുക്ക് കൂടുതൽ പഴം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തേങ്ങ കൂട്ടിയെടുക്കുക കേട്ടോ. നമുക്ക് എത്ര ഫില്ലിംഗ് ആണോ അതിലേക്ക് നിറയ്ക്കാൻ ആവശ്യമായത് അതിനനുസരിച്ചിട്ട് എടുക്കണം. ഞാൻ 1 കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 മിനിറ്റ് നേരമൊക്കെ നമുക്ക് ഈ തേങ്ങ ഇതുപോലെ ഒന്നങ്ങ് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ ആ തേങ്ങയുടെ വെള്ളമയം ഒക്കെ അങ്ങോട്ട് മാറിയിട്ട് തേങ്ങ ഒന്നങ്ങ് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്തിട്ട് ആ പഞ്ചസാരയും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കളർ മാറി വരുന്നത് വരെ വറുത്ത് കൊടുക്കാം. ഒന്നങ്ങ് മെൽറ്റായിട്ട് വരട്ടെ കേട്ടോ പഞ്ചസാര, അതുവരെ വറുത്ത് കൊടുക്കാം. പഞ്ചസാരയും നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റൊക്കെ ഞാൻ ഇതുപോലെ തന്നെ വറുത്ത് കൊടുത്തുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഏലക്കായ കേട്ടോ. ഇത് എന്തായാലും ചേർക്കാൻ മറന്നു പോകരുത്. ഏലക്കായ ഞാൻ പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഏലക്കായൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നെയ്യിൽ നമ്മൾ തേങ്ങയും പഞ്ചസാരയും ഏലക്കായും എല്ലാം കൂടി വറുത്ത് നല്ലൊരു ചുവന്ന കളറാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് തണിയാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇതിപ്പം നമ്മുടെ പഴം നിറച്ചതിലേക്ക് വേണ്ട ഒരു കോട്ടിങ് തയ്യാറാക്കി വെച്ചതാണ് കേട്ടോ. കുറച്ച് മൈദ, ഒരു 2 ടേബിൾ സ്പൂൺ മൈദയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. നമ്മുടെ ഫില്ലിങ് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ തേച്ച് കൊടുത്തിട്ട് ഒട്ടിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും അങ്ങ് കലക്കി വെക്കണ്ട, ഇത്തിരി കലക്കിയാൽ മതി കേട്ടോ. കുറച്ചൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതിയാണ്, കട്ടി കുറച്ചൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ മൈദയുടെ ബാറ്റർ നമുക്കങ്ങ് മാറ്റി വെക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. അപ്പം നല്ല വലുപ്പമുള്ള പഴം നോക്കിയിട്ട് എടുക്കണം. നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് നന്നായിട്ട് നിറച്ച് കൊടുക്കാനുള്ളതല്ലേ. പഴുക്കാത്ത പഴം എടുക്കരുത് കേട്ടോ. നന്നായിട്ട് അത്യാവശ്യം പഴുത്ത പഴം തന്നെ എടുക്കുക. ഇതേപോലെ കറുപ്പ് കളർ വന്ന് തുടങ്ങിയിട്ടുള്ള ആ പഴം എടുക്കുക കേട്ടോ. ഇതുപോലെ 3 പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ 3 പഴമാണ് ഇവിടെ ഫില്ലിങ് നിറയ്ക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ പഴം കട്ട് ചെയ്യുമ്പം തോല് കളയാതെയും കട്ട് ചെയ്യുക, തോല് കളഞ്ഞിട്ടും കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഉന്തി നിൽക്കുന്ന ഒരു ഭാഗമല്ലേ, അവിടെയും കട്ട് ചെയ്യരുത്. ഈ കുഴിഞ്ഞു നിൽക്കുന്ന ഭാഗത്തും കട്ട് ചെയ്യരുത്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് 2 പുറം വേണമെങ്കിൽ കട്ട് ചെയ്യുക, ഒരു ഭാഗത്ത് വേണമെങ്കിലും കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ എൻഡിൽ നിന്നേ തുടങ്ങരുത്, കുറച്ച് നടുക്കായിട്ട് തുടങ്ങിയിട്ട് വേണം നമ്മൾ ഇതേപോലെ. എന്നിട്ട് ഈ എൻഡിലേക്ക് വരാതെ നടുഭാഗം മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് നിറച്ച് കൊടുക്കാനുള്ള പാകത്തിന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ 2 ഭാഗവും വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഭാഗം മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തോലൊക്കെ പൊളിച്ച് മാറ്റാം കേട്ടോ. എല്ലാം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഫില്ലിങ് ഇപ്പോൾ ഒന്ന് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. കുറേശ്ശെ എടുത്തിട്ട്, അല്ലെങ്കിൽ ഇത് മുഴുവനും അങ്ങ് നിലത്തേക്ക് വീണു കേട്ടോ. ഇതേപോലെ നിറച്ച് കൊടുക്കുക.
എത്രയാണോ നമ്മുടെ ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അത്രയും നിറച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് നിറയ്ക്കുന്നതാണ് നല്ലത്. സ്പൂൺ കൊണ്ടാവുമ്പോൾ എല്ലാം ഈ പ്ലേറ്റിലേക്ക് അങ്ങ് വീണു പോവുകയാണ്. എന്നിട്ട് ഇതേപോലെ അമർത്തി നിറച്ച് കൊടുക്കുക. അപ്പോൾ ആ നമ്മൾ കീറിയ ആ ഭാഗത്തൊക്കെ നിറച്ച് ഫില്ലിങ് നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ആ 3 പഴവും അങ്ങ് നിറച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ 3 പഴവും ഇതുപോലെ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 പഴവും നിറച്ചിട്ട് നമുക്ക് ഫില്ലിങ് ഇത്രയും തന്നെ ബാക്കിയുണ്ട്. അപ്പം 1 കപ്പ് തേങ്ങ എടുക്കണ്ട, ശരിക്കും 1/2 കപ്പ് തേങ്ങയൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇത് കുഴപ്പമില്ല, നമുക്ക് ഇലയുടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് അല്ലേ, നെയ്യിലൊക്കെ വറുത്തെടുത്തതായതുകൊണ്ട്. അപ്പം നമുക്ക് ഇതങ്ങ് മാറ്റി വെച്ചിട്ട് ഇനി ഈ പഴത്തിൻ്റെ തോല് നമുക്ക് പൊളിച്ച് കളയാം. പതുക്കെ നമുക്ക് തോലങ്ങ് പൊളിച്ച് കളയാം. നമ്മൾ ആദ്യം തന്നെ തോല് പൊളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ പിടിക്കുമ്പോഴൊക്കെ എന്തോ ഒരു അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ തോലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫില്ലിംഗ് ഒക്കെ ഇതിലേക്ക് വേഗം നിറയ്ക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നിൻ്റെയും തോലഴിച്ച് വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മൈദയുടെ ആ ബാറ്റർ ഇല്ലേ, അത് നമ്മൾ ഈ ഫില്ലിങ്ങിൻ്റെ മുകളിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കട്ടിയിൽ തേക്കണ്ട കേട്ടോ, കുറേശ്ശെ തേച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ പെട്ടെന്ന് എണ്ണയൊക്കെ കയറിയിട്ട് വല്ലാതെ എണ്ണ കുടിക്കും പഴം. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ കുടിക്കാതെ കിട്ടും കേട്ടോ. എല്ലാം നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണ്ടേ. അതിന് ഞാൻ നേരത്തെ നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അതേ പാത്രം തന്നെ വൃത്തിയാക്കി വെച്ചതാണ്. ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മുക്കി പൊരിച്ചിട്ടും എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഇനി ഓയിൽ വേണോ നെയ്യ് വേണോ അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇനിയിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പഴം ഇതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ഈ നമ്മൾ ആദ്യം ഈ കോട്ടിങ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗം നമ്മൾ ആദ്യം ഇടണ്ട, ഈ ഭാഗം ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഭാഗം ഒന്നായി കഴിയുമ്പോൾ മറ്റേ ഭാഗവും കൂടി ഇട്ട് കൊടുക്കുക. 3 എണ്ണം ഒരുമിച്ചിട്ട് വേണമെങ്കിൽ പൊരിച്ചെടുക്കുക. ഞാനിപ്പോൾ ഓരോന്നാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പഴമല്ലേ പെട്ടെന്ന് വെന്തോളും കേട്ടോ. ഒരുപാട് നേരം ഒന്നും അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഇനി ഈ ഭാഗം കൂടി ഒന്ന് ആവട്ടെ. എല്ലാ ഭാഗവും ഇതേപോലെ അങ്ങ് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങ് പൊരിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒരുമിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇതും ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതാ 3 പഴവും നമ്മൾ ഇതേപോലെ പൊരിച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇപ്പം ഇതാ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ലൊരു ചായക്കടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നല്ല മഴയും തണുപ്പൊക്കെ അല്ലേ, നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഒരു നല്ല കട്ടൻ കാപ്പിയുടെ കൂടെയൊക്കെ കുടിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിപ്പോൾ പൊട്ടിച്ച് കാണിക്കാൻ ഭയങ്കര ചൂടായതുകൊണ്ടാണ് ഞാൻ പൊട്ടിച്ച് കാണിക്കാത്തത് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരം തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. എന്നിട്ട് അഭിപ്രായം കൂടി പറയണേ. അപ്പോൾ എത്ര സിമ്പിളായിട്ടല്ലേ നല്ലൊരു പഴം നിറച്ചത് നമ്മൾ ഉണ്ടാക്കിയത്. നമുക്ക് നല്ല മഴയുള്ള സമയത്ത് ചൂട് കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ എന്ത് രസമായിരിക്കും എന്നറിയാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.